വർഷത്തിനിടെ സംസ്ഥാനത്ത് ഷോക്കേറ്റ് മരിച്ചത് 1919 പേർ. ഇതിൽ 164 പേർ KSEB ജീവനക്കാർ. വൈദ്യുതി വേലികളിൽ നിന്നും ഷോക്കേറ്റ് 84 പേരും മരിച്ചു. മരിച്ചവരുടെ പേര് വിവരങ്ങളോ പ്രായമോ സംബന്ധിച്ച് ഒരു രേഖയും KSEB സൂക്ഷിച്ചിട്ടില്ല. ഓരോ വർഷം കഴിയുന്തോറും സംസ്ഥാനത്ത് ഷോക്കേറ്റ് മരിക്കുന്നവരുടെ എണ്ണം കൂടുകയാണ്. 2016 ഏപ്രിൽ 1 മുതൽ 2026 ജൂൺ 30 വരെ 1919 പേരാണ് വൈദ്യുതാഘാതമേറ്റ് മരിച്ചത്. ഇതിൽ 65 പേർ KSEB സ്ഥിരം ജീവനക്കാരും 99 പേർ കരാർ ജീവനക്കാരുമാണ്. വൈദ്യുതി വേലികളിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചത് 84 പേർ. സ്വന്തം വീടുകളിൽ നിന്നോ പുരയിടങ്ങളിൽ നിന്നോ വൈദ്യുതാഘാതമേറ്റ് 1030 പൊതുജനങ്ങൾക്കും ജീവൻ നഷ്ടമായി. 1919 പേരാണ് കഴിഞ്ഞ 10 വർഷത്തിനിടെ മരണപ്പെട്ടിരിക്കുന്നത്. ഇതിൽ 66 സ്ഥിരം ജീവനക്കാരും 99 കരാർ ജീവനക്കാരും 895 പൊതുജനങ്ങളും മരണപ്പെട്ടതായി ഈ രേഖകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ സംസ്ഥാനത്ത് വൈദ്യുതാഘാതമേറ്റ് മരണപ്പെടുന്നവരുടെ കണക്കുകൾ ഏറെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഈ വസ്തുതകളെല്ലാം പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നു. അതോടൊപ്പം തന്നെ പൊതുജനങ്ങളും വൈദ്യുതാഘാതമേൽക്കുന്നതിനെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കേണ്ട കാലവും അതിക്രമിച്ചിരിക്കുകയാണ്. ഇതിൽ ഇലക്ട്രിസിറ്റി ബോർഡും മുൻകൈയെടുത്ത് പ്രവർത്തിക്കേണ്ടതാണ്. 10 വർഷത്തിനിടെ എറണാകുളം റീജിയന് കീഴിൽ 1605 അപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. തിരുവനന്തപുരം 1239, കോഴിക്കോട് 1182, കണ്ണൂർ 611 എന്നിങ്ങനെയാണ് കണക്ക്. 490 മൃഗങ്ങളും ഇക്കാലയളവിൽ ഷോക്കേറ്റ് ചത്തു. മരിച്ചവരുടെ പേരുവിവരങ്ങളോ പ്രായമോ സംബന്ധിച്ച ഒരു രേഖയും KSEB സൂക്ഷിച്ചിട്ടില്ല. KSEBയുടെ സ്മാർട്ട് സോഫ്റ്റ്വെയറിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന വിവരങ്ങൾ മാത്രമാണ് ബോർഡിന്റെ കൈവശമുള്ളത്. ഈ സോഫ്റ്റ്വെയറിൽ ഉൾപ്പെടാത്ത നിരവധി മരണങ്ങളും സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട്. ഷോക്കേറ്റ് മരിച്ച ജീവനക്കാരുടെ കുടുംബങ്ങൾക്ക് നൽകിയ നഷ്ടപരിഹാരത്തുക സംബന്ധിച്ച വിവരങ്ങൾ കൈമാറാൻ KSEB തയ്യാറായിട്ടുമില്ല. PK സരീഷ്, ന്യൂസ് മലയാളം, കോഴിക്കോട്.